കണ്ടോ, അവസാനം ഇവനും വിഴുങ്ങി. Now, I would like to call upon Mr. Matthew Verghese, our parish secretary, to present the parish day report. കുവൈറ്റ് മാർത്തോമ ഇടവക 48ാമത് ഇടവദിന റിപ്പോർട്ട്. യഹോവയ്ക്ക് പാടിയവൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവിൻ. ജാതികളുടെ ഇടയിൽ അവൻ്റെ മഹത്വവും സകല വംശങ്ങളിലെ ഇടയിൽ അവൻ്റെ അത്ഭുതങ്ങളും വിവരിപ്പീൻ. മലങ്കരയുടെ ആത്മീയവും സാമൂഹികവുമായ നവോത്ഥാനത്തിന് വിത്തുപാകിയ മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ ഭാഗമായി കഴിഞ്ഞ 48 വർഷക്കാലം ദൈവം നമ്മെ നടത്തിയ വിധങ്ങളോട് ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. പ്രസ്തുത സഭയുടെ ഭാഗമായി കുവൈറ്റിൻ്റെ പ്രദേശത്ത് രാജകീയ പുരോഹിത വർഗമായി, വിശ്വാസ സമൂഹമായി ഇടവയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് നിലനിൽക്കുവാൻ കഴിഞ്ഞതിൽ നമുക്ക് അഭിമാനിക്കാം, ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ 48 വർഷം നമ്മെ നയിച്ചവൻ തുടർന്ന് നമുക്ക് വഴികാട്ടിയായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ കുവൈറ്റ് മാർത്തോമ ഇടവയുടെ 48ാമത് റിപ്പോർട്ട് ഈ സഭ മുമ്പാകെ അവതരിപ്പിച്ചുകൊള്ളട്ടെ. 47ാമത് ഇടവദിനം. ഇടവയുടെ 47ാമത് ഇടവദിനം 2010 നവംബർ മാസം 12-ാം തീയതി വിശുദ്ധ കുർബാനാനന്തരം രാവിലെ 10:15 മുതൽ മെറീന ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു. ഭദ്രാസനാധിപൻ അഭിമന്യ എബ്രഹാം മാർ പൗലോസ് തിരുമേനി മുഖ്യാതിഥിയായിരുന്നു. ഇടവ പട്ടക്കാരും സഹോദരി സഭകളുടെ പട്ടക്കാരും പ്രത്യേക ക്ഷണിതാക്കളും യോഗത്തിൽ ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു. ഇടവയുടെ ഒരു സംക്ഷിപ്ത റിപ്പോർട്ട് സെക്രട്ടറി ശ്രീ മാത്യു വർഗീസ് അവതരിപ്പിച്ചു. ഇടവ ചുമതലക്കാർ. ഇടവയുടെ പ്രതിസന്ധിയിൽ 2010-11 പ്രവർത്തന വർഷത്തിലെ ചുമതലക്കാർ തന്നെ 2011-12 പ്രവർത്തന വർഷത്തിലും ചുമതലയിൽ തുടരുവാൻ ആലോചന സമിതി തീരുമാനിക്കുകയുണ്ടായി. ഓണസംഘവും 2011. ഇടവയുടെ ചരിത്രത്തിൽ ആദ്യമായി ഓണസംഘവും 2011 സെപ്റ്റംബർ മാസം 17-ാം തീയതി അബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂൾ അങ്കണത്തിൽ വെച്ച് സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളിലൂടെ വിഭവസമൃദ്ധമായ ഓണസദ്യയോടും കൂടെ നടത്തപ്പെട്ടു. 2200-ൽ പരം അംഗങ്ങൾ ഓണസദ്യയിൽ പങ്കെടുത്തു. വെക്കേഷൻ ബൈബിൾ സ്കൂൾ VBS കുവൈറ്റ് മാർത്തോമ സൺഡേ സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ 2011 ജൂൺ 10-ാം തീയതി മുതൽ VBS ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ടു. VBS ഡയറക്ടറായി സ്ക്രിപ്ചർ യൂണിയൻ ആൻഡ് CSM അസിസ്റ്റന്റ് ഡയറക്ടർ മിസ്റ്റർ അനിൽ കെ സാം നേതൃത്വം നൽകി. VBSൻ്റെ സ്പെഷ്യൽ ഓഫററി കവറിൽ നിന്ന് ലഭിച്ച തുകയിൽ നിന്നും ഹാർട്ട് ഫൗണ്ടേഷനുമായി ചേർന്ന് 3 കുഞ്ഞുങ്ങളുടെ ഹാർട്ട് സർജറിക്ക് ആവശ്യമായ 75,000 രൂപ നൽകുകയുണ്ടായി. ക്രിസ്തീയ കുടുംബദിന ശുശ്രൂഷ 2011 ഒക്ടോബർ 21-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 6:30 മുതൽ മറീന ഹാളിൽ നടത്തപ്പെട്ടു. മുഖ്യ അതിഥിയായി CSI സഭ കുവൈറ്റ് സെൻറ്റ് ജോൺസ് തമിഴ് ഇടവ് വികാരി റവറൻ D ജസ്റ്റിൻ ദേവദാസൻ സംബന്ധിക്കുകയും ആരാധനയ്ക്കും വചന ശുശ്രൂഷയ്ക്കും നേതൃത്വം നൽകുകയും ചെയ്തു. അന്നേ ദിവസം സ്പെഷ്യൽ ഓഫററി കളക്ഷനായി 3784 KD ലഭിക്കുകയും ചെയ്തു. ഇതിൻ്റെ 25% ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നീക്കിവെക്കുകയും ചെയ്തു. സേവ്യ സംഘദിനത്തിലും ഗായക സംഘദിനത്തിലും ബാംഗ്ലൂർ അസോസിയേഷൻ ഫോർ തിയോളജിക്കൽ എഡ്യൂക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസ് പ്രോഗ്രാം അഡ്മിനിസ്ട്രേറ്റർ റവൻ T വെൽവെറ്റ് ജോൺ മുഖ്യ അതിഥിയായിരുന്നു. അച്ഛൻ നേതൃത്വം നൽകുന്ന ബാംഗ്ലൂർ അസോസിയേഷൻ ഫോർ തിയോളജിക്കൽ എഡ്യൂക്കേഷനെ ഇടവകയായി 1 ലക്ഷം രൂപ സംഭാവനയായി നൽകുകയുണ്ടായി. സഹോദരി സഭകളിലെ പട്ടക്കാരായ റവറൻ ഡോക്ടർ മാത്യു വർക്കി, റവറൻ T വെൽവെറ്റ് ജോൺ, റവറൻ D ജസ്റ്റിൻ ദേവദാസൻ, വിശിഷ്ട അതിഥികളായി മിസ്റ്റർ തോമസ് ചാണ്ടി MLA, മിസ്റ്റർ രാജു എബ്രഹാം MLA, കൂടാതെ സുവിശേഷകരായ ബ്രദർ പോൾ മഹേഷ്, ഇവാഞ്ചലിസ്റ്റ് ജോൺ രാജു, ഇവാഞ്ചലിസ്റ്റ് ജോൺ ജോർജ് വെട്ടിയാർ, ഇവാഞ്ചലിസ്റ്റ് KJ മത്തായി, ഇവാഞ്ചലിസ്റ്റ് തോമസ് എബ്രഹാം എന്നിവർ നാളിതുവരെ ഇടവ സന്ദർശിച്ച് വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ബഹുമാനപ്പെട്ട അതിഥികളോട് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. കൂടാതെ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഓക്സിലറി ജനറൽ സെക്രട്ടറി റവറൻ ഡോക്ടർ മാത്യു വർക്കി 2011 ഏപ്രിൽ 29 വെള്ളിയാഴ്ച ആരാധന മധ്യവചന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യക്ക് ഇടവകയായി 2 ലക്ഷം രൂപ നൽകുകയുണ്ടായി. ഈ രാജ്യത്തിലെ ഭരണാധികാരികളോടും ജനങ്ങളോടും പ്രത്യേകിച്ച് പ്രതിസന്ധിയുടെ ഈ ഘട്ടത്തിൽ നമുക്ക് ആരാധിപ്പാൻ മെറീന ഹാൾ നൽകിയതിൻ്റെ അധികാരികളോടുമുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു.
വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവിൽ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവിൽ. When was the last time you said I love you to me? എന്ത്? അവസാനമായി എന്നോട് I love you പറഞ്ഞത് എപ്പോഴാ?